നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ലെങ്ത് എല്ലാം വളരെ കുറവാണെന്ന്. കുറച്ച് ജോലി തിരക്കൊക്കെ ആയിരിക്കും, അപ്പോൾ പിന്നെ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ചെറുതായിട്ട് എടുക്കുന്നതാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയും ടൊമാറ്റോ ഫ്രൈയുമാണ്. അതിനുള്ള മാവും വെള്ളമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു, പിള്ളേരൊക്കെ എത്തി. 10-11 മണിയായപ്പം തേനും അമ്മുവും ദിയ ഡാൻസ് ക്ലാസ്സിന് പോയിട്ടോ. ഗൗതം വന്നു, അങ്ങനെ അവർ കളിക്കുകയാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ചെറിയൊരു കോൾഡൊക്കെ അടിച്ചു കേട്ടോ. ജലദോഷവും തൊണ്ടവേദനയും ചുമയൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ക്ലൈമറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതുകൊണ്ട് പറ്റിയതാവും. അപ്പോൾ ഇന്ന് അവർ പോവാനാണ് നിന്നത് ആക്ച്വലി. പക്ഷേ അച്ഛന് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ്. എത്തുമ്പോൾ ഒത്തിരി ലേറ്റാവും, പോയിട്ട് വരുമ്പോൾ ഒത്തിരി ലേറ്റാവും. അപ്പോൾ തിരിച്ച് പോകാൻ കുറച്ച് ദൂരം ആയതുകൊണ്ട് നാളെ പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ ഉച്ചത്തെ പരിപാടിയും കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ചോറ്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, മീൻകറി, പിന്നെ ഒഴിച്ചു കൂട്ടാൻ ഒക്കെയാണെന്ന് സ്പെഷ്യലായിട്ടുള്ളത്. പിന്നെ അച്ചാർ, പപ്പടം, അത്രയൊക്കെ ഉള്ളൂ. അച്ഛനൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഏട്ടനുണ്ട്, പക്ഷേ ഏട്ടന് വെളുപ്പിന് 4 മണിക്കാണ് എത്തിയത് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് 12 മണിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു, ഷൂട്ടുണ്ട്. അതുകൊണ്ട് ഏട്ടനും ലഞ്ചൊന്നും കഴിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ച ശേഷം ദീപ ചേച്ചിയുടെ അവിടെ ഒന്ന് പോയിട്ട് വരാം. അച്ഛനും ഇല്ലല്ലോ, ഞാനും അമ്മയും മോളും മാത്രമേ ഉള്ളൂ. ഇരുന്ന് ബോറടിക്കുന്നു. അപ്പോൾ ഒന്ന് പോയിട്ട് വൈകുന്നേരം തിരിച്ച് വരാമെന്ന് പറഞ്ഞ് പോകാനായിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്, പോകണമെന്നൊട്ടും തീരുമാനിച്ചതല്ല. ഉച്ചയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ല. അപ്പോൾ ഒരു 12:30 ആയപ്പോഴും ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ചു. അപ്പോൾ പിന്നെ അങ്ങ് പോയിട്ടൊരു വൈകുന്നേരം ഒരു ചെറിയ കറക്കമൊക്കെ കറങ്ങി വരാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഉണ്ട്, ഏട്ടൻ പറയുന്നു, ഏട്ടൻ അപ്പോൾ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും അച്ഛൻ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. അച്ഛൻ രാത്രി 7 മണിക്ക് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പോയത്. പക്ഷേ അച്ഛൻ ഉച്ചയായപ്പോൾ തിരിച്ച് വരുന്നത് കണ്ടു. പാങ്ങോട് എത്തിയപ്പോൾ ഏട്ടൻ കണ്ടു, വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വിളിച്ചിട്ട് അച്ഛൻ എടുക്കുന്നുണ്ടായിരുന്നില്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നുണ്ടാവും, അച്ഛൻ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ വിഷമത്തോടെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതും അച്ഛൻ വന്നതും ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് അവർ തിരിച്ച് പോവാണ്. അച്ഛൻ രാത്രി 7 മണിക്ക് എത്തത്തുള്ളൂ എന്ന് കരുതിയിട്ടാണ് അവർ നാളെ പോകാനായിട്ട് നിന്നത്. പക്ഷേ അച്ഛൻ ഉച്ചയ്ക്ക് എത്തിയത് കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ അവർ പോകാനായിട്ട് നിൽക്കുകയാണ്. വേദയും കുട്ടികളെല്ലാം ഭയങ്കര കളിയാട്ടോ. ഏതൊക്കെയോ സിനിമയുടെയൊക്കെ കഥകളിരുന്ന് അങ്ങ് തള്ളി മറിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് തള്ളി മറിക്കുകയാണ്. അപ്പോൾ എന്നോട് പറയണം, ഇറങ്ങിപ്പോ, വേണ്ട, നിൽക്കേണ്ട. ഇതിനിടയിൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ വേദയ്ക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. ഇന്ന് പോവല്ലേ, അതുകൊണ്ട് വേദയ്ക്ക് അപ്പൂപ്പനുണ്ടെങ്കിൽ കോളാണ്. പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത്. പിന്നെ ഇന്ന് ചായക്ക് സ്നാക്സായിട്ടൊന്നും വാങ്ങിയില്ല. കിണ്ണത്തപ്പവും ഇന്നലെ വാങ്ങിയ കിണ്ണത്തപ്പവും ലുലുന്ന് വാങ്ങിയ കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. ഞാൻ ചായ ഇടുകയാണ്. വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങി കഴിച്ചാൽ പിന്നെ നൈറ്റ് ഫുഡ് അടി വളരെ കുറവാട്ടോ. അതുകൊണ്ട് ഇന്നിപ്പോൾ അവർ പോവുകയും കൂടെ അല്ലേ, എത്രയൊക്കെ ഇരിക്കില്ലേ എന്ന് കരുതി അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഹൽവ ഇന്നലെ ലുലുന്ന് വാങ്ങി. അതിനെയൊക്കെ വേദ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കുക കേട്ടോ. വേദയ്ക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും പോകണമെന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. ഇത് ഞാൻ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു 2 വെജിറ്റബിൾ കൊത്തു പൊറോട്ട വാങ്ങി, അത് കൊടുത്തു വിടാമെന്ന് കരുതി സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തതാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നല്ല കടയൊന്നും ഉണ്ടാവില്ല. ഇത് കൊള്ളാമോ എന്നറിയില്ല, മഷ്റൂം കൊത്തു പൊറോട്ട എന്ന് കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ബാക്ക് പാക്കിംഗ് ഒക്കെ തുടങ്ങി. ചായ ഇട്ടു, ചായയും കിണ്ണത്തപ്പവും കേക്കും ഒക്കെ കഴിച്ചു. എന്നിട്ട് അവർ ബാഗെല്ലാം പാക്ക് ചെയ്തു. വേദയ്ക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ അത് അവൾ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ അവൾക്കെങ്കിലും മനസ്സിലെ അപ്പനും അവിടെ നിന്ന് വന്നാലും ഇവരിവിടെ നിന്ന് പോയാലും വേദയ്ക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങി. വേദ ബാഗ് എടുത്ത് വെച്ച് കൊടുക്കുന്നു, അമ്മൂമ്മയ്ക്ക് ഹെൽമെറ്റ് വെച്ച് കൊടുക്കുന്നു. അങ്ങ് ഭയങ്കരമായിട്ട് അമ്മൂമ്മ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. 100 ഉമ്മ കൊടുത്തു കേട്ടോ. എന്നിട്ടും വേദയ്ക്ക് മതിയാവുന്നില്ല. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു വയ്യായി ഉണ്ടായിരുന്നു. ഒരു ഡോളൊക്കെ കഴിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. ഇനി കിടപ്പിലാവുന്നു എന്നറിയില്ല കേട്ടോ, പണി പാളിയോ എന്നറിയില്ല. ഇവിടെ വന്ന് നിന്നിട്ടേ, അവിടെ നല്ല ക്ലൈമറ്റ്, ഇവിടെ ചൂടൊക്കെ ആയി തല വിയർത്തിട്ടൊക്കെ ആവാം, അറിയില്ല. എന്തായാലും അപ്പൂപ്പനും അമ്മയും തിരിച്ചപ്പോൾ ചെറിയൊരു വിഷമം വേദയ്ക്കും ഉണ്ട്, എനിക്കുമൊക്കെ ഉണ്ട്. 2-3 ദിവസം, ഒരാഴ്ചയായിട്ട് ഇപ്പോൾ നിൽക്കുന്നില്ലേ. അപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ നമുക്കായാലും ഒരു സ്വാഭാവികം ഒരു ചെറിയൊരു വിഷമം. വീട്ടിലൊരു നല്ല ആളെന്നൊക്കെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഇല്ലാതാവും പോലും തോന്നും. അങ്ങനെ അവർ പോയി. ഇവിടെ നിന്നൊരു 1 അവർ യാത്രയുണ്ട് കേട്ടോ, അങ്ങ് കള്ളിക്കാടേക്ക്. 4 മണിയായപ്പോഴാട്ടോ അവർ തിരിച്ചത്. അങ്ങനെ വേദ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും അങ്ങ് താഴെ ഇറങ്ങുന്നവരെ അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ വിഷമമുണ്ടോയെന്ന് വെച്ചപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സന്തോഷം പോലെ ഇങ്ങനെ കാണിക്കുക കേട്ടോ അവൾ. പക്ഷേ അടുത്ത് കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും ഒക്കെ ഉള്ളത് കൊണ്ട് ആ വിഷമം അവൾക്ക് അങ്ങ് അധികം ഇല്ല. എല്ലാവരുമൊക്കെ പിള്ളേരെല്ലാം കളിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വിഷമമില്ല. നമുക്കായാലും നമ്മുടെ വീട്ടിലിപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പോകുമ്പോൾ പെട്ടെന്ന് 2-3 ദിവസം നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ
അതൊരു ഭയങ്കര ഒരു ആളനക്കം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും പെട്ടെന്ന് അല്ലേ. എനിക്ക് കുറച്ച് സമയം ഞാനങ്ങനെ കുറേ സമയം ഇരുന്ന ശേഷം ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കയറിയത് കേട്ടോ. അപ്പോൾ ഇന്നും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അവർ നിൽക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് നടക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറഞ്ഞത് കേട്ടോ. വേദ ചെന്ന് ഹൽവയൊക്കെ എടുത്തുകൊണ്ട് വരാം കേട്ടോ പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. വേദ ചായ കുടിച്ചില്ല, ചായയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പൂനമ്മയുടെ ചായ കുടിക്കുമെന്ന് നോക്കിയിട്ട് ചായയൊന്നും കുടിച്ചില്ല. അങ്ങനെ വേദയും പിള്ളേരും എല്ലാം കൂടെ ഹൽവയും കിണ്ണത്തപ്പവും ഒക്കെ എടുത്ത് കഴിക്കുകയാണ്. എന്തൊക്കെയോ ഭയങ്കര കളിയാട്ടോ അവർ. പോലീസ് ട്രാഫിക് കളിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു റീൽസ് എടുപ്പിച്ചു കേട്ടോ. കുറേ നാളായി ഞാൻ റീൽസ് ചെയ്തിട്ട്. അങ്ങനെ ഇന്ന് വേദയെ കൊണ്ട് ഞാനൊരു റീൽസ് എല്ലാം എടുപ്പിച്ചു. അങ്ങനെ ഈ ഹൽവ എന്തൊക്കെയോ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ ഗ്രീൻ ചില്ലി ഹൽവയൊക്കെ ഉണ്ട്, ചില്ലി കളറിലിരിക്കുന്ന ഗ്രീൻ കളറിലിരിക്കുന്ന ഹൽവ. അത് ഗ്രീൻ ചില്ലി ഹൽവ കേട്ടോ. അത് കുറച്ച് ചെറിയൊരു പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സ്പൈസി അല്ലെങ്കിലും ചെറിയൊരു എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മൂനെങ്കിൽ വിളിച്ചെന്താണെന്ന് വെച്ചാൽ അമ്മു മുഖത്തൊക്കെ മേക്കപ്പ് ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. അതൊന്ന് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. പിന്നെ അങ്ങ് അമ്മൂനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നാരങ്ങ വെള്ളവും കുറച്ച് ചിക്കനും പൊറോട്ടയും കൂടെ കഴിക്കാൻ തോന്നി. അപ്പോൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും കേട്ടോ. കുറച്ച് ചെറിയൊരു പീസ് പൊറോട്ടയും ഒരു കുഞ്ഞു പീസ് ചിക്കനും എടുത്തു. അത് ചൂടോടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വേദ ചൂടോടെ കഴിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തണുത്തപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എങ്കിലും എനിക്ക് പെട്ടെന്ന് കൊതി വന്നു നാരങ്ങ വെള്ളവും പൊറോട്ടയും ചിക്കൻ ഫ്രൈയുടെ കഴിക്കാനായിട്ട് കേട്ടോ. അങ്ങനെ കൊതിക്കും വേണ്ടി ചിക്കനും പൊറോട്ടയും നാരങ്ങ വെള്ളവും കുടിച്ചു. ഓൾറെഡി എൻ്റെ വയറ് ഫുള്ളാണ്, എങ്കിലും ഞാൻ കുടിച്ചു കേട്ടോ, കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.